ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ആമസോണിലെ ജി ടി എക്സെപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ബ്രാൻഡ് അപ്രൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് ഒരു ബ്രാൻഡ് വെച്ചിട്ട് നമുക്ക് ആമസോണിൽ സെല് ചെയ്യണം. അതെങ്ങനെ സെല് ചെയ്യാം? ഇപ്പം നമുക്ക് സെല് ചെയ്യാൻ പറ്റും, ബ്രാൻഡ് ഇല്ലാതെ സെല് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജനറിക്സിലേക്കായിരിക്കും അത് പോകുന്നത്. അതിപ്പം ഫ്ലിപ്കാർട്ടിലേക്കാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് തന്നെ നമുക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എങ്കിൽ ആമസോണിലാകുമ്പോൾ നമുക്ക് ജനറിക് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും നമുക്കത് സെല് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിന് ആമസോൺ ഒരു അതർ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് നമുക്ക് ജി ടി ഈ എക്സെപ്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതെങ്ങനെ ചെയ്യാന്നാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് വിസിബിൾ ആകത്തില്ല. നമ്മുടെ ബ്രാൻഡ് നെയിം എന്താണോ അത് വിസിബിൾ ആകത്തില്ല. അപ്പൊ എങ്ങനെ നമുക്കിത് ചെയ്യാം, അതാണ് ഇതിലൂടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അതിനായിട്ട് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹോം പേജ്. ഇപ്പം ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. അപ്പോൾ ഇവർക്ക് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ബ്രാൻഡ് ട്രേഡ് മാർക്കും കൊടുത്തിട്ടുണ്ടായി, ട്രേഡ് മാർക്ക് കിട്ടിയിട്ടില്ല. ക്യാഷ്ലെസ് എന്നാണ് പേര്. അപ്പം അതെങ്ങനെയാണ് അത് കിട്ടുന്നത്? നമുക്ക് ട്രേഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് അപ്രൂവൽ ആയിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ബ്രാൻഡിൽ തന്നെ ഇത് സെല് ചെയ്യണം. ഇത് ടീഷർട്ടാണ് സെല് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആമസോണിലൂടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ആദ്യം ഈ ഇവിടെ ത്രീ ഡോട്ട് നിൽക്കുക, എന്നിട്ട് ആഡ് പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അത് കഴിയുമ്പോൾ ഇവിടെ ബ്ലാങ്ക് ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്ലാങ്ക് ഫോം അത് നിൽക്കുക. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വരും, അതിൽ നിന്ന് സ്റ്റാർട്ട് കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു പേജിലോട്ടാണ് പോകുന്നത്. റീസ്റ്റോർ കൊടുക്കാം. അപ്പോൾ ആദ്യം തൊട്ട് വരും. ഓക്കെ, ഇതിന് മുന്നേ ഒരു പേജ് ഉണ്ട്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ബാക്കോട്ട് പോട്ടെ. ഇതിന് മുന്നേ അത് കാണിച്ചുതരാം, ആ പേജ് കാണിച്ചുതരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗട്ട് തോന്നിക്കും. ഓക്കെ, ബ്ലാങ്ക് ഫോം സ്റ്റാർട്ട്. ഓക്കെ, ഇതാണ് ആ പേജ്. ഈ പേജ് കഴിഞ്ഞിട്ടാണ് അടുത്ത പേജിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇത് തന്നിട്ടുണ്ട് എന്താണ് അടിച്ചു കൊടുക്കേണ്ടതെന്ന്. ഇപ്പൊ അഡിഡാസ് ബ്ലൂ സ്നീക്കേഴ്സ്, അഡിഡാസിന്റെ ആണെങ്കിൽ സ്നീക്കേഴ്സ് ആണെങ്കിൽ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോ ക്യാഷ്ലെസ് അല്ലേ, അപ്പൊ ആ ഒരു പേര് കൊടുത്തിട്ട് ക്യാഷ്ലെസ് ഓക്കെ, ഇതിപ്പം ക്യാഷ്ലെസ് എന്ന് കൊടുത്തു. എന്നിട്ട് എന്താണ് ഐറ്റം? ടീഷർട്ട് അല്ലേ, ടീഷർട്ട് ഫോർ മെൻ, അല്ലെങ്കിൽ ഓക്കെ ഓക്കെ, എന്നിട്ട് സെലക്ട് ഈ ഓപ്ഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട് എന്താണെന്ന്. പക്ഷെങ്കിൽ ഷർട്ടാണ് കാണിക്കുന്നത്, അത് നമുക്ക് വേണ്ട. ഇപ്പൊ പോളോസ് അതല്ല വേണ്ടത്. ഇപ്പം സെലക്ട് കൊടുക്കുക. സെലക്ട് കൊടുത്തിട്ട് സെലക്ട് കൊടുത്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക. ടീഷർട്ട് എന്ന് സെർച്ച് ചെയ്യുക.
ഓക്കെ. എന്നിട്ട് ക്ലോത്തിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ബോയ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ടീഷർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ആദ്യം. ടീഷർട്ട് അതിൽ ടീഷർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, ഇത് കൊടുത്തപ്പോൾ നെക്സ്റ്റ് പേജിലോട്ടാണ് വന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് വന്നു. ഇവിടെയൊക്കെ പ്രീ ഫിൽഡ് ആണ് ഈ കാര്യങ്ങളൊക്കെ. നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ബ്രാൻഡ് നെയിം ഫില്ല് ചെയ്യണം. ബ്രാൻഡ് നെയിം ഇപ്പം നിങ്ങളുടെ ഏത് ബ്രാൻഡ് നെയിമാണോ അത് കൊടുക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഐ ഡി. പ്രൊഡക്റ്റ് ഐ ഡി നമുക്കില്ല. പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറയുമ്പോൾ ഈ ബാർകോഡ് അതിലുള്ള ഐ ഡി ഒക്കെ ഇല്ലേ, ഒരു ഐഡിയ ചോദിക്കുന്നത്. ടീഷർട്ട് ആയതുകൊണ്ട് നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആണ്. അപ്പം നിങ്ങളിപ്പം തേർഡ് പാർട്ടി മറ്റുള്ള ആൾക്കാരുടെ നിന്ന് എടുത്ത് ചെയ്യുവാണെങ്കിൽ അത് മാനുഫാക്ചറിങ് എന്നുള്ള ഇത് കാറ്റഗറിയിലായിരിക്കും അത് പോകുന്നത്. ഇപ്പൊ ടീഷർട്ട് ആണല്ലോ, അപ്പം ഇത് കൊടുക്കാം, ഈ ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇതെന്ന് വെച്ചാൽ ബ്രാൻഡ് നെയിം അപ്രൂവൽ റിക്വയർഡ്. യു have entered a brand name that has not been approved by Amazon. You need to apply for approval to list products using this brand name. അപ്പം UPC exemption required ചോദിക്കുന്നുണ്ട്. You have indicated that your product does not have product ID. You need to apply for approval to list this product without a product ID. അപ്പം അപ്ലൈ ടു സ്പെല്ല് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ആ പേജിൽ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. ബ്രാൻഡ് റിക്വയർഡ് അപ്രൂവൽ, ബ്രാൻഡ് നെയിം അപ്രൂവൽ ഫോർ കാഷ്ലെസ്. ഓക്കെ, അപ്പോൾ അവിടെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, സബ്മിറ്റ് റിക്വയർഡ് ഇൻഫർമേഷൻസ്. അതിൽ വെബ്സൈറ്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, പക്ഷേ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് കിട്ടും. നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ട്, ആ ബ്രാൻഡിന് ഡൊമൈൻ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ആ ഡൊമൈനിന്റെ URL അടിച്ചു കൊടുക്കാം. ഇപ്പൊ URL അടിച്ചു കൊടുക്കാന്ന് പറയുമ്പം ഇപ്പം ഇപ്പോൾ ഒരു വെബ്സൈറ്റുള്ള ഒരു ബ്രാൻഡ് എടുക്കാം, പ്യൂമ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ഒഫീഷ്യൽ സ്റ്റോർ. സോറി, ഒരു കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. Puma.com അടിച്ചു. അപ്പോ പ്യൂമയുടെ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിന് മുകളിലായിട്ട് ഈ ഒരു ഇത് കാണുമല്ലോ, അത് നേരെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഞാൻ പറയും, നിങ്ങളുടെ ഏതാണോ ബ്രാൻഡ്, ആ ബ്രാൻഡ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന് നേരെ URL, ഇതാണ് URL എന്ന് പറയുന്നത്, ഇമെയിലിൽ കാണുന്നത്, അത് കോപ്പി ചെയ്യുക. എന്നിട്ട് ചോദിച്ചേക്കുന്ന ഈ ബ്രാൻഡ് വെബ്സൈറ്റ് URL എന്ന് പറയുന്ന ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ബ്രാൻഡിന്റെ നെയിം അടിച്ചിട്ട് ആ URL പേസ്റ്റ് ചെയ്യുക.
എന്നിട്ട് സബ്മിറ്റ് ഡോക്യുമെന്റ്സ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സബ്മിറ്റ് ഡോക്യുമെന്റ്സ്. ഇപ്പോൾ ഡോക്യുമെന്റ്സ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്റ്റ് പിക്ചേഴ്സ് ബ്ലർ ആകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബ്രാൻഡ് നന്നായിട്ട് കാണണം. ഇപ്പം ടീഷർട്ട് ആകുമ്പോൾ ടീഷർട്ടിന്റെ ലോഗോ കാണണം. ഇപ്പം നെക്കിന്റെ ബാക്ക് സൈഡിലായിട്ട് ലോഗോ ഉണ്ടാവുമല്ലോ നോർമലി എല്ലാ ടീഷർട്ടും. അപ്പൊ ആ ടീഷർട്ടിന്റെ ബാക്ക് സൈഡിലുള്ള ലോഗോ കാണുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടാഗ് ഉണ്ടാവണം. പ്രൈസ് ടാഗ് ഉണ്ടാവുമല്ലോ, ആ പ്രൈസ് ടാഗ് ടീഷർട്ടിൽ തൂക്കിയിട്ടിട്ട് അത് കൈ വെച്ച് പിടിച്ച് ഫോട്ടോ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ആ ജെന്യൂനിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ഇവിടെ സെലക്ട് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോസ് എല്ലാം വരും. അപ്പോൾ ഫോട്ടോസ് അവിടെ സെലക്ട് ചെയ്തെടുക്കുക. ഏത് ഇമേജസ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫയൽ ഏതാണെന്ന് വെച്ചാൽ ഒരു 5 പിക്ചറെങ്കിലും മിനിമം ഒരു 5 പിക്ചറെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. മിനിമം 2 കൊടുക്കണം, ഒരു 5 കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ചോദിക്കുന്നത് വെച്ചാൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇമെയിൽ അഡ്രസ്സും പിന്നെ ഫോൺ നമ്പരും. ഇപ്പം നിങ്ങളുടെ കമ്പനിക്ക് സെപ്പറേറ്റ് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ സേവ് സബ്മിറ്റ് കൊടുക്കുക. ഇത് ഇടയ്ക്ക് വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സേവ് ഡ്രാഫ്റ്റ് കൊടുത്താലും മതി. അപ്പോൾ ഡ്രാഫ്റ്റിൽ വന്ന് കിടന്നോളും. ഓക്കെ, അത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഒരു 2 ഡേയ്സിനുള്ളിൽ അവർ കൺഫർമേഷൻ പറയും. ഇത് അപ്രൂവൽ ആണോ റിജക്റ്റ് ആണോ എന്ന് കൺഫർമേഷൻ പറയും. വ്യൂ സെല്ലിംഗ് ആപ്ലിക്കേഷൻ ഇവിടെ അപ്പോൾ കാണിക്കും. ഓക്കെ, ആപ്ലിക്കേഷൻ നെയിം നമ്മൾ ഡ്രാഫ്റ്റിലാണ് ഇട്ടേക്കുന്നത്. ഗോ ടു ആപ്ലിക്കേഷൻ ഇത് പോവാം. അപ്പം ഇവിടുന്ന് എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? അല്ല നോർമലി ഈ ഒരു ഓപ്ഷൻ എങ്ങനെ എടുക്കാം? വ്യൂ സെല്ലിംഗ് ആപ്ലിക്കേഷൻ. ഇപ്പൊ സ്റ്റഡി പോവുക, പോയിട്ട് വ്യൂ സെല്ലിംഗ് ആപ്ലിക്കേഷൻ കാറ്റലോഗിൽ ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ 3-ാമത് 1 2 3 4 4-ാമത് കിടപ്പുണ്ട് വ്യൂ സെല്ലിംഗ് ആപ്ലിക്കേഷൻ. അതിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ നമ്മുടെ ബ്രാൻഡ് അപ്രൂവൽ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഡ്രാഫ്റ്റിലാണ് സ്റ്റാറ്റസ്. ഇവിടെ അപ്രൂവൽ ആണെങ്കിൽ അപ്രൂവൽ കാണിക്കും, റിജക്റ്റ് ആണെങ്കിൽ റിജക്റ്റ് എന്ന് കാണിക്കും. ഇപ്പൊ നമ്മൾ ഡ്രാഫ്റ്റിലാണ് ഇട്ടേക്കുന്നത് എന്ന് വെച്ചാൽ ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഫോട്ടോസ് കൂടെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബ്രാൻഡ് GST എക്സെപ്ഷൻ എടുക്കേണ്ടത്. അപ്പം ഇപ്പോ നിങ്ങളുടെ കയ്യിൽ പിന്നെ ടീഷർട്ട് ഉണ്ട്, പക്ഷേ എങ്കിൽ അതിൽ പിന്നെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഓർത്താൽ ഇപ്പം വിനൈൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ആ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് നമുക്ക് കടയിൽ കൊണ്ടുപോയി വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ് നമുക്ക് ഇത് അടിച്ച് കിട്ടാവുന്നതാണ്. അത് ജെന്യൂനിറ്റി വേണം. ഇപ്പൊ നിങ്ങൾ തുടങ്ങാൻ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.